ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള തങ്കശ്ശേരിയിലേക്കാണ്. പുലിമുട്ടിലൂടെയുള്ള നടത്തവും മുനമ്പിൽ എത്തിയാൽ കിട്ടുന്ന കാഴ്ചകളും അതിഗംഭീരമാണ്. കുറേയേറെ നടന്നതുകൊണ്ടാണോ എന്തോ എല്ലാവർക്കും നല്ല വിശപ്പ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ണിലുടക്കി. അങ്ങനെ അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. കയറി ചെന്നപ്പോൾ തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. ഫ്രണ്ടിൽ തന്നെ ഒരു നാടൻ ചായക്കട സെറ്റപ്പ്, പിന്നെ ഒരു അൽഫാം കോർണർ. അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ നല്ല ലൈറ്റിങ്ങോട് കൂടിയ അടിപൊളി ആംബിയൻസ്. പുറത്തും അകത്തുമൊക്കെ ഡൈനിങ് സ്പേസുമുണ്ട്. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്നാൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്ന കോംബോ ആണ് ട്രൈ ചെയ്തത്. അതെ, പഴംപൊരിയും ബീഫും. നല്ല പഴുത്ത പഴം കൊണ്ടുള്ള മുരിഞ്ഞ പഴംപൊരിയും കുറുകിയ നല്ല വെന്ത് സോഫ്റ്റായ ബീഫ് കറിയുമാണ് ട്രൈ ചെയ്തത്. ഒരു അഡാർ ഐറ്റമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടർ അങ്ങനെ എന്തായാലും പൊളിച്ചു. അടുത്തത് പുട്ടും അപ്പവും പൊറോട്ടയും കൂടെ സെയിം ബീഫ് കറി ആൻഡ് ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത്. പുട്ടിൽ നല്ലോണം തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നിട്ട് വിശപ്പ് മാറാഞ്ഞിട്ട് അപ്പവും ചിക്കൻ ഫ്രൈയും കൂടി വരുത്തി. നാടൻ ഭക്ഷണമാണ് ഇവിടെ മെയിൻ. എല്ലാത്തിനും ടേസ്റ്റ് ഉഗ്രനായിരുന്നു. ആകെയുള്ള ഒരു പ്രശ്നം വെയിറ്റിംഗ് ടൈം ആയിരുന്നു. അത് പിന്നെ സാരമില്ല, ടേസ്റ്റും ആംബിയൻസും കൂടി അതിനെ അങ്ങ് മേക്കപ്പ് ചെയ്തു. ഈ റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തത് ആരായാലും അയാളെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. വാഷ്റൂമിൻ്റെ വാൾ തന്നെ എടുക്കാം. ഒരു പഴയ മതിലാണ്. അതിൽ പിടിച്ചു കിടന്ന വള്ളിച്ചെടി വരെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ബില്ല് കണ്ട് കണ്ണു തള്ളിയില്ല. 10 പേര് കഴിച്ചിട്ട് ഇത്രേ ആയുള്ളൂ. ഇനി സ്പോട്ട് പറയുകയാണെങ്കിൽ കടയിൽ ലാൻഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്. തങ്കശ്ശേരി ബ്രേക്ക് വാട്ടേഴ്സിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ.